welcome back to Viniz World. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കടല കൊണ്ട് ഒരു ലഡു ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ഐക്കണും കൂടി ഒന്ന് എനാബിൾ ആക്കി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനാബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. റേഷൻ കടയിൽ നിന്ന് കടല കിട്ടിയിട്ട് നമ്മളവിടെ വെറുതെ വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് 6-7 മണിക്കൂർ കുതിർക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. നേരിയ തരിയേ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ, അത്രയും നന്നായിട്ട് അടിക്കണം. നന്നായി അരഞ്ഞ് പേസ്റ്റ് പോലെ ആയി പോകേണ്ട ആവശ്യമില്ല, കുറച്ചൊരു തരതരപ്പ് ഉണ്ടാവണം. ഒരു ഫ്രൈ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണേലും മതി കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് ലഡു അല്ലേ, അപ്പോൾ ടേസ്റ്റ് ഇത്തിരി കൂടുതൽ ആയിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ആ സമയം നമുക്ക് അരച്ച് വെച്ചേക്കണ കടലയിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാര ഇടുമല്ലോ, അതൊന്ന് ബാലൻസ്ഡായി നിൽക്കാൻ വേണ്ടിയാണ് ഈ ഉപ്പിട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അരച്ചപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാണ് അരച്ചത്. അതുകൊണ്ട് ഈ മാവിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ അരക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും കടലപ്പൊടി ഉണ്ടാവണമെന്നില്ലല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം അല്ലെങ്കിൽ ഒരു 1-2 സ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി. ചെറിയ ജാറിലിട്ട് അരച്ചെടുത്താൽ മതി, അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇനി ആ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ എണ്ണയുടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറേശ്ശെ മാവെടുത്ത് സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഏറ്റവും ചെറുതാക്കി ഇടാൻ പറ്റിയ അത്രയും നല്ലത്. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ കുറച്ച് സമയം എടുക്കും വേകാനായിട്ട്. നമ്മൾ ലോ ഫ്ലെയിമിലാണ് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉൾഭാഗം വേകാതെ ഇരിക്കും. നിങ്ങൾ കുറേ എണ്ണയിലിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് അങ്ങോട്ട് വെന്തോളും. ഞാനിപ്പോൾ കുറച്ച് എണ്ണയിലിട്ട് ഉണ്ടാക്കണോണ്ട് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണ്ട. ഒരു സൈഡായി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണ്ട്. ഇതിൻ്റെ കളറൊന്നും മാറിപ്പോകാൻ പാടില്ല കേട്ടോ അധികം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു അരിപ്പയിലേക്ക് മാറ്റുവാണത്. എണ്ണ പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്, അല്ലെങ്കിൽ അരിപ്പക്കയിലെടുത്താലും മതി. പിന്നെ നമ്മൾ എടുക്കാൻ നേരത്ത് ഫ്ലെയിം ഇത്തിരി കൂട്ടി വെക്കുകയാണെങ്കിൽ ഈ എണ്ണ അധികം ഇതുമേൽ പിടിക്കില്ല. ഇത് മുഴുവനായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ വറുത്ത് കോരാം. എന്നിട്ട് അതിൻ്റെ ചൂടാറുമ്പോൾ മിക്സിയിലിട്ട് കുറേശ്ശെയായിട്ട് പൊടിച്ചെടുക്കാം. അതും ഒരു തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കഴുകി വെച്ചേക്കണ റേസിൻസ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നട്ട്സ് ഉണ്ടെങ്കിൽ അതും ഫ്രൈ ചെയ്ത് കോരാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. നമ്മളിത് എടുക്കുകയാണ്. നല്ല ബബിളായി വരുമ്പോൾ എടുക്കാം. ഇനി ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഒരു ബൗള് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് കടല എടുത്തത്. ഇതാണ് അളവ് കേട്ടോ. സെയിം ഈക്വൽ 1:1 എന്നുള്ള അളവാണ്. ഇനി ഇതിലേക്ക് ആ പാത്രത്തിൽ തന്നെ 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം, അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മൾ 4 ഏലക്കായും 4 ഗ്രാമ്പും പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ഇത് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിതൊരു കളർ വരാൻ വേണ്ടിയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ടും കളറൊന്നും വന്നില്ലായിരുന്നു, അതുകൊണ്ട് ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിലുള്ള പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ഇത് കയ്യിലിങ്ങനെ തൊടുമ്പോൾ ഒന്ന് ഒട്ടണ പരുവത്തിലാവണവരെ തിളപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെ മഞ്ഞ കളറൊക്കെ മാറി ഇത്തിരി കൂടി ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് എന്താ പറയുക ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ആ കയ്യിലൊന്ന് കൈ തൊട്ടിട്ട് ഒന്ന് വലിയുണ്ടോയെന്ന് ഇങ്ങനെ ഒന്ന് നോക്കാം. എന്നിട്ടൊന്ന് കണ്ട ഒരു ഒരു കുഞ്ഞൊരു നൂല് പോലെ വരും കയ്യിൽ. ഈ സമയമാകുമ്പോൾ നമുക്ക് അടിച്ചു വെച്ചേക്കണം, അതായത് പൊടിച്ച് വെച്ചേക്കണം കടല മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
കുറേശ്ശെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്സ് ആക്കി എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എല്ലായിടും ഒന്നും നനയില്ല. ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല, ഷുഗർ സിറപ്പിൻ്റെ ഒന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് നേരിയ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് പിടിച്ചെടുക്കണം കേട്ടോ. ഒരുവിധം കൈകൊണ്ട് ഉരുട്ടാറാവുമ്പോൾ പിടിച്ചെടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചുമന്ന കളറ് കാണുന്നതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഞാൻ കളറ് മിക്സ് ചെയ്ത് നോക്കിയതാണ്. എൻ്റെ കയ്യിൽ ലെമൺ യെല്ലോ ഇല്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് വന്നില്ല. വേറൊരു കളറാണ്, ഇത്തിരി കൂടി ഡാർക്കായിട്ടുള്ള യെല്ലോ ആണുള്ളത്. അതാണ് എൻ്റെ കയ്യിൽ ആ കളറ്. പിന്നെ അത്രയും കളറ് നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കളറിട്ടില്ല. ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ച ആ റേസിൻസും കൂടി വെച്ച് നമ്മൾ എല്ലാം പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആട്ടോ, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.